ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. നമ്മളിന്ന് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ എന്താണ് നമുക്കിന്ന് പറയാനുള്ളത്? നമ്മള് തന്നെ അല്ലേ, നമ്മളും ബിഗ് ബഡ്ജറ്റ് ആണ്. കോട്ടിട്ട് പുഴുങ്ങി കറുപ്പൊക്കെ ഇട്ടാണ് നമ്മൾ പോയത്. തിയേറ്ററിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും അന്തം വിട്ടുപോയി. അപ്പൊ എങ്ങനെയുണ്ട് സിനിമ? പറയൂ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എക്സ്പെക്ടേഷൻ ഒരു സിനിമയെ അത് നശിപ്പിക്കുമെന്നുള്ളത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണിത്. പക്ഷെ ഇതിന് ഒരു എക്സ്പെക്ടേഷൻ വേണം. ഇതിപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിൽ ഇറക്കുന്ന ഒരു പടം. പിന്നെ നമ്മളെല്ലാരും ഇപ്പം ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഈ സിനിമ ജയിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനുള്ള കണ്ടന്റ് അതാണ് അതിന്റെ ഒരു മോശമൊന്നുമല്ല, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ടെക്നിക്കലി കിടലുമാണ്, എല്ലാം ഭയങ്കര നല്ല പടം തന്നെയാണ്. പക്ഷേ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, ആ ഒരു സാധനം ഇല്ലായിരുന്നു. അത് എന്തുകൊണ്ടോ ആണെന്ന് അറിഞ്ഞൂടെ, ഇല്ലായിരുന്നു. അതെ, ഇത് ആദ്യം നമ്മൾ എടുത്തു പറയുന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് അടിപൊളി, എല്ലാണോ നന്നായിട്ടാവും. കാസ്റ്റ് ചെയ്ത എല്ലാണോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ചെയ്യാനായിട്ട് രാജുവേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, സ്പോയിലർ ഫ്രീ ആണ്. അങ്ങനെ അതിന് മാത്രം സ്പോയിൽ ചെയ്യാനൊന്നും ഇല്ല. പുള്ളി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അതെ, നമ്മൾ വിചാരിച്ച് വെറുതെ ഇങ്ങനെ പുള്ളി മനസ്സിൽ വേറെന്ന് വെച്ചിട്ട്. പിന്നെ പുള്ളി ഇതൊരു ചെറിയ സിനിമയായിരിക്കും എന്ന് പറഞ്ഞത് സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൂസിഫറിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൂസിഫറിനെ അപേക്ഷിച്ച് ഇതിൽ കുറച്ച് ഹെലികോപ്റ്ററും കുറച്ച് ലൊക്കേഷനും മാറി എന്നല്ലാതെ ലൂസിഫർ ആണ് നല്ല ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ലൂസിഫർ ആണ് ഇതിനെക്കാട്ടി വലിയൊരു സിനിമ. അത് പിന്നെ ലാലേട്ടന്റെ ഇതാണെങ്കിലും ലാലേട്ടൻ കൂടുതലില്ല സിനിമയിലില്ല. നമുക്ക് അങ്ങനെ മോഹൻലാൽ വരുന്ന തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ്. അത് ലാലേട്ടൻ വരുന്നതിൽ തന്നെ മിക്കതും ഖുറേഷി എബ്രഹാം ആയിട്ടാണ് വരുന്നത്. അപ്പം ഖുറേഷി എബ്രഹാം അതല്ലടാ, ഇപ്പൊ ലൂസിഫർ എടുത്തു നോക്കിയാലേ, നമ്മൾ ലൂസിഫർ ലാലേട്ട ഇല്ലെങ്കിലും ലാലേട്ടന്റെ ഒരു പ്രസൻസ് ഉണ്ട്. അതിന്റെ ഒരു ഇതും പിന്നെ ലാലേട്ടൻ വരണതിന്റെ ഒരു ഇതും ആ ഒരു ഒരുപാട് ഹൈ പോയിന്റ് അവിടെ ഉണ്ട്, ഡയലോഗിലായാലും അതൊന്നും ഇതിലില്ല. ഇതില് പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില സാധനങ്ങളിലൊക്കെ ഉണ്ട് പ്രസൻസ് ഫീല്. പക്ഷെ നമുക്ക് എപ്പോഴും ആ മുണ്ടൊക്കെ കൊടുത്ത് ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് വന്നപ്പോഴാണ് നമുക്ക് ഒരു ഹൈ ആയത്. ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുമ്പോൾ ഖുറേഷി എബ്രഹാം നമുക്ക് അത് സ്റ്റീഫൻ നെടുമ്പള്ളി ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ഖുറേഷി. ആ ഒരു വലിയൊരു ഇതിലും ആ ഒരു ഇത് കാണുമ്പം ഒരു നല്ലൊരു രസമാണ് അല്ലേ, രസമാണ്. ഇപ്പൊ ഈ സിനിമയുടെ ഇതോടെ ഡയലോഗ് ആണെങ്കിൽ നമുക്ക് ആ ലൂസിഫറിലെ പോലെ ഒരു മെമ്മറബിൾ സാധനമൊന്നും നമുക്ക് തിരിച്ച് ഇവിടെ വീണ്ടും വന്നിട്ട് നമുക്ക് ഓർത്തെടുക്കാനും മാത്രം ഒന്നും തോന്നിയില്ല. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് നമ്മളത് ലിസൺ ചെയ്യൂല. ലൂസിഫറിൽ വിവേക് ഒബ്രോയുടെ റോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ആ സിനിമ അങ്ങ് വലുതായതും ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇതും. അതേപോലെ ഒരു ക്യാരക്ടറും ഇതിലില്ല. ഇതിലുള്ള ഒരു തണുപ്പൻ വില്ലന്മാര് ക്രൂരനൊക്കെ തന്നെ. പക്ഷേ വിവേകിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ തൊടും എന്നൊക്കെ പറയുമ്പോ നമുക്കുണ്ടാണ്. ലൂസിഫർ 2 നമ്മള് ലൂസിഫർ 2 ആണല്ലോ കൂടുതൽ പ്രതീക്ഷിക്കണം. ലൂസിഫറിനെ കാട്ടി പ്രതീക്ഷ തന്നതും അവരും തന്നല്ലോ. അതിന്റെ ആ ലൂസിഫർ 2 നമ്മൾ പ്രതീക്ഷയോടെ കാണുമ്പോ ആ ഒരു ഇത് ഇല്ല. അത് ഭയങ്കര ഹൈ ആയിരുന്നു, ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തോന്നി ലൂസിഫർ ഫസ്റ്റില് കൈയടി കിട്ടിയ കുറെ സീനുകളല്ലേ, അത് ഇതില് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയോ ആരെയൊക്കെയോ മുന്തള്ളി നിൽക്കുന്നു. അതിൽ കണ്ട സെയിം സംഭവം തന്നെ നമ്മൾ ഇതിലും കുറെ കണ്ടായിരുന്നു. അപ്പൊ അത് എനിക്കൊരു മടുപ്പായിട്ട് തോന്നി. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ടെക്നിക്കലി സംഭവം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സിനിമ ഇപ്പൊ ഒരു വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല, നമ്മൾ പോയിരുന്ന് കാണാമെങ്കിൽ ഒരു നല്ലൊരു സിനിമയാണ്. ക്വാളിറ്റി ഒക്കെ നമുക്ക് ഒരു ഹോളിവുഡ് സിനിമ കാണും പോലെ തന്നെ. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതെല്ലാം ഒരു
ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇവര് ഈ കൂടുതൽ ഇങ്ങനെ ഇതിനെ ഹൈപ്പ് ചെയ്ത് ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്ത് ഇതിനെ ഇതാക്കി ഡൗൺ ആക്കിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലേടാ ഈ പടം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിൽ നിന്ന് ഇത്രയും ക്വാളിറ്റിയുള്ള പടവും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പടം വന്നിട്ടില്ലല്ലോ. അപ്പോഴ അതിനൊരു ഒരു പ്രതീക്ഷ കൊടുക്കണ്ടേ? പ്രതീക്ഷ കൊടുക്കണം. അവരങ്ങനെ പ്രസന്റ് മാർക്കറ്റ് ചെയ്തിട്ടില്ല സിനിമ, അങ്ങനെയല്ലേ മാർക്കറ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു ഈ പൃഥ്വിരാജ് മിക്കപ്പോഴും കുറച്ച് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പം ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഭയങ്കര ആ സീൻ അങ്ങനെ ആയിരിക്കണം, ഈ സീൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സാധനം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ക്രിയേറ്റീവ് എന്നുള്ളൊരു അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആണ് എന്നുള്ളൊരു രീതിയിലാണ് സിനിമ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര അതാ അത് പുള്ളിക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു ഇത് എഴുതിയ ഇതും അവര് മറ്റേ സ്റ്റോറി ബോർഡൊക്കെ എല്ലാം ചെയ്ത് അതിൽ നിന്ന് ഒരു അണുവിട് തെറ്റിക്കാണൂല. അതാ പുള്ളി അങ്ങനെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. അവിടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യുക ഒന്നും ചെയ്താണ്. പുള്ളി അങ്ങനെ ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്പേസും അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു ആദ്യത്തെ 20 മിനിറ്റ് അത് എന്തൊരു സിനിമയെന്ന് തോന്നും. ഇത് എന്തോന്ന് എടുത്തു വെച്ചിരിക്കണേന്ന് ആദ്യത്തെ ഒരു 20 മിനിറ്റൊക്കെ. പിന്നെ നമ്മളെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് ഒരു ലെജൻഡാണ് മോഹൻലാൽ. ആ ഒരു ലെജൻഡിനെ ട്രീറ്റ് ചെയ്യണം ഇങ്ങനെയല്ല. ഒരു ഫാൻ ബോയ് ട്രിബ്യൂട്ട് ലൂസിഫറിന് കൊടുത്ത പോലെ ഇതിൽ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ലേ ഇത് പൃഥ്വിരാജ് നിന്നപ്പം അത് വേണ്ടായിരുന്നെന്ന് തമാശ രൂപേണ പറഞ്ഞു. അപ്പോഴ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ആറാട്ടണ്ണനെ പോലെ. പക്ഷെ അങ്ങനെയല്ല, അത് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെയല്ല. ഒരു ഇപ്പം വിക്രമില് കമലഹാസന് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഫാത് ഫാസിലാണ് വന്ന് രണ്ടുപേരും തമ്മിലാണ്. ഇതെന്തോന്ന് പോക്കിരിരാജ് അല്ല, ഇത് പോക്കിരിരാജ് സിനിമയാണ്. പിന്നെ ഇത് മറ്റേ രജനീകാന്തിന്റെ കൂടെ മോഹൻലാലുണ്ട്, സ്റ്റാറൊക്കെ ഉണ്ട്. പക്ഷെ രജനീകാന്ത് ഇങ്ങനെ മുൻപ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതിന്റെ ആ രീതിയിലാണ് അവർ എടുത്തേക്കുന്നത്. എന്നാലും അവർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഇമ്പാക്റ്റും ഉണ്ട്. പക്ഷെ അതൊരു രജനീകാന്ത് സിനിമയാണ്, ഇതൊരു മോഹൻലാൽ സിനിമയാണ്. ഞാൻ അംഗീകരിക്കില്ല അതൊന്നും. അല്ല, പക്ഷേ പൃഥ്വിരാജ് കൂടുതൽ ഉണ്ടാവും നമുക്ക് തോന്നില്ല. പക്ഷെ പൃഥ്വിരാജിന്റെ ഓറ നമുക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യും. അല്ല, ഒരു ഗോഡായിട്ടൊരു എനിക്ക് അങ്ങനെ ലാലേട്ടനെ പ്രസന്റ് ചെയ്തിട്ട് ആ ഗോഡായിട്ട് തന്നെ അവസാനം ഇതാവണം. ഒരു എനിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യേണ്ട ആവശ്യം. ലൂസിഫർ 1 ഇപ്പൊ ലൂസിഫർ 1 സെയ്ദ് മസൂദ് ഒരു ഹിറ്റ് അങ്ങനെ നിൽക്കാനല്ലാതെ ഇരിക്കണേ വേറെ നടനെ വെക്കണമായിരുന്നു. ഇപ്പം അതിൽ മെയിൻ ആവണമെന്നുള്ള ഒരു ഇതാണെങ്കിൽ അത് പുള്ളി ചെയ്യൂല. വേറെ നടനെ വെക്കണമായിരുന്നു. ഇതില് വന്നിട്ട് ഇതില് മെയിൻ എന്തിന്? അത് അങ്ങനെ എനിക്ക് തോന്നണില്ല, വേറെ ആരെയും ചെയ്യിപ്പിക്കുമെന്ന് തോന്നണില്ല. കൂടുതൽ എനിക്ക് ലൂസിഫർ 1 കറക്റ്റ് ആണ്. പക്ഷെ ലൂസിഫർ 2 വന്നപ്പോ അതങ്ങ് ആ ഒരു റോൾ അങ്ങ് വലുതാക്കാം, അത് കുഴപ്പമില്ല. അവരെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ അതിന്റെ ഇതിന്റെ ഒരു സബ് പ്ലോട്ട് പോലെ പോട്ടെ. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ആകുമ്പോഴല്ലേ പ്രശ്നം. എബ്രഹാം ഖുറൈശി കുറഞ്ഞ് സയ്യിദ് മസൂദ് കൂടി. പിന്നെ അയ്യോ വേറൊരു സാധനമുണ്ട്. അയ്യോ അതിലാണ് എല്ലാം ഇച്ചിരി കൈയടിച്ച് ചിരിച്ചു പോയി. ഇതാണ് അത് ആരും പ്രതീക്ഷിക്കൂല. അത് നമ്മള് സ്പോയിൽ ചെയ്യുന്നില്ല. കൊള്ളാം. അത് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടറിന് വരെ ഈ സ്ലോ മോഷൻ ഒക്കെ ഇട്ടിട്ട് അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതിലെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ആരുടെയൊക്കെയോ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ആയിരിക്കും. ലാസ്റ്റ് ഇതല്ലേ ക്ലൈമാക്സിലുള്ള അത് ഇങ്ങനെ ഒരു സ്കാർഫ് ഇങ്ങനെ വയ്ക്കണം. അത് എന്തോ എനിക്ക് തോന്നുന്നു ആരെ മകനാണ്, പ്രൊഡ്യൂസറിന്റെ മകനായിരിക്കും. ഞാൻ വിചാരിച്ചത് തമിഴ് നടനായിരിക്കും. ഇങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ അതിന് അത്രയും നമുക്ക് കണ്ട് പരിചിതമായിട്ടുള്ളവരാരെങ്കിലും ആയിരിക്കണം. അങ്ങനെ ഒരു സ്ലോ അല്ലെങ്കിൽ അതിന്റെ സ്കാർഫ് ഊരേണ്ട ആവശ്യമില്ല. സിനിമ ഹൈ എക്സ്പെക്ടേഷനോട് കൂടി പോയ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും ഹൈ എക്സ്പെക്ടേഷനോട് കൂടി മാത്രമേ ഈ സിനിമയ്ക്ക് പോകും.
അതിന് മാത്രം ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയ സാധനമാണ് ഗൈസ്, വലിയൊരു സംഭവം. വലിയൊരു സംഭവമാണ്. കാര്യം ഇതിപ്പം അല്ലാണ്ട് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പം ഇവർക്ക് ഇപ്പം കിട്ടുന്നതിൻ്റെ കളക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലേ, ഇത്രയും മാർക്കറ്റിംഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഈ കളക്ഷൻ കിട്ടാൻ സാധ്യതയില്ല. ലൂസിഫറിന്റെ പോലെ ഒരു മൗത്ത് പബ്ലിസിറ്റി ചിലപ്പോൾ ഇതിനകത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് പടം നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനവികാരമാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത്, ഈ അംഗീകരിക്കാൻ പറ്റൂലെന്ന്. പക്ഷേ ഒരു പടമായിട്ട് കണ്ട നമുക്ക് കൊള്ളൂല അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഇവര് ഇതിന് കുറെയൊക്കെ ഇങ്ങനത്തെ ഒരു വലിയ പടം ചെയ്യുമ്പോൾ കുറെയൊക്കെ ഇവർ കോംപ്രമൈസ് ചെയ്ത് കുറെ പേരെ തള്ളി മുന്നിൽ കയറ്റാൻ വേണ്ടി കുറച്ച് ചെയ്തത് അങ്ങനെയൊക്കെ തോന്നണം. ഇതൊരു മോഹൻലാലിന്റെ ഒരു സിനിമയാണെങ്കിൽ ഒരു മോഹൻലാൽ സിനിമ ആയിരിക്കണം, ലാലേട്ടൻ സിനിമ ആയിരിക്കണം. അത് നമുക്ക് ആൾക്കാർ പൃഥ്വിരാജിന്റെ സ്ക്രീൻ സ്പേസും അവരെ കാണാനാണ് പറഞ്ഞത്, ഒരിക്കലും അല്ല. മലയാളികൾ മൊത്തം വരുന്നത് മോഹൻലാലിനെ സ്ക്രീനിൽ കാണാനും മോഹൻലാലിന്റെ ആ ഒരു ഇത് കിട്ടാനുമാണ്. പക്ഷെ ആ ഒരു ഇത് അവസാനമൊക്കെ പോക്കറ്റ് രാജയുടെ ഫൈറ്റ് എനിക്ക് അല്ല, ഫൈറ്റ് ശരിക്കും അത് ലാസ്റ്റ് ഫൈറ്റ് നമുക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. ലാലേട്ടനെയാണ് ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞത്, പക്ഷെ അതൊരു നമുക്ക് ഫുള്ളി ജസ്റ്റിഫൈ ചെയ്യാൻ തോന്നുന്നില്ല സിനിമ. പടത്തിൽ വേറെ ഒരു കുറ്റവും പറയാനില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ആണ് ലാലേട്ടന്റെ സിനിമ ലാലേട്ടന്റെ സിനിമയായിരിക്കും, അത് തോന്നിയില്ല അല്ലേ? അല്ലാതെ അത് എന്തോന്നു, അത് ഇൻജസ്റ്റിസ് ആണ്. അത് ലാലേട്ടൻ്റെ അടുത്ത് കാണിക്കണ തന്നെ ഇൻജസ്റ്റിസ്, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ കണക്ക് കുറച്ച് എക്സ്പെക്ടേഷന്റെ ഒക്കെ ഒരു ഇതില് അമിതഭാരം കൊണ്ടുപോയി കണ്ടതിന്റെ കുറച്ച് ഡിസപ്പോയിന്റ്മെന്റുകളും ഉണ്ട്. അതിന്റെ ഒരു പ്രശ്നമാണ്. എന്നാലും ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, പറ്റിയൊരു സാധനമാണ്. ഈ പറഞ്ഞ കണക്ക് സൗണ്ടും ബാക്കി വിഷ്വൽസും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആസ് എ ഫിലിം ഈസ് ഗുഡ്. മ്യൂസിക് അത് മറ്റേ എമ്പുരാനെ അതൊക്കെ ഉണ്ട്, കൊള്ളാം. അതൊക്കെ ഇമ്പാക്ട് ഉണ്ട്. നല്ല ഇതൊരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് നമുക്കൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ 2 ഒരു ഇതാണ്. ഇതൊരു ഒരു പടമായിട്ടൊക്കെ കണ്ട ഇത് നല്ലൊരു പടമാണ്. പിന്നെ ഒരു സീനുണ്ട്, ഈ നാട്ടിലത്തെ ഒരു സീന് കാണിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും, അത് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വൈബ് വരും കേട്ടോ. അത് പറയാതിരിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, ഇതെല്ലാരും കാണും. എല്ലാരും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതിന് നമ്മളെ അഭിപ്രായത്തിന് വിയോജിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അത് പറയാം. നമ്മള് ഈ ഒരു സാധനം എടുക്കുമ്പോൾ നമ്മൾ വേറെ നമ്മള് തിയേറ്ററിൽ നിന്ന് നേരെ വന്നിട്ടാണ് എടുക്കണം. നമുക്ക് ഫോൺ പോലും നോക്കിയിട്ടില്ല, നെറ്റ് പോലും ഓൺ ചെയ്തിട്ടില്ല. സ്പോയിലർ വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ പോലും നോക്കിയില്ല, ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് സിനിമയ്ക്ക് പോയി. എന്നിട്ട് ഇറങ്ങി എന്താണ് ജനവികാരം ഒന്നും അറിയൂല. ചിലപ്പോ നമ്മള് പറയണതിന്റെ നേർ വിപരീതമായിരിക്കും. പക്ഷെ നമുക്ക് ആ സിനിമ കണ്ടിട്ടുണ്ടായ വികാര ഭ്രഷ്ടം അതാണ് ഞാൻ കാണിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സിമിലർ അഭിപ്രായം തന്നെയായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ആൾക്കാർക്ക് ഈ പറയുന്ന കണക്ക് നമ്മളോട് ഒരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാനൊക്കെ വന്നിട്ട് രൂക്ഷമായി സംസാരിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചിലപ്പോ ഈ ഹൈപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി കാണുന്നവർക്ക് ചിലപ്പോ ഈ പടം മോശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ഈ പറയുന്ന കണക്ക് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു തോന്നല് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ തിയേറ്ററിൽ ഫുൾ ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കും. ഈ തിയേറ്റർ ഇങ്ങനെ വർക്കിംഗ് ഡേയില് രാവിലെ ഈ സമയത്ത് ഇത്രയും നിറഞ്ഞു കാണുന്നത് ഒരു രസം തന്നെ. നല്ല ഓളമായിരുന്നു, നല്ല കൈയടിയും കാര്യങ്ങളും. ഈ ആൾക്കാർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റുകളെല്ലാം എൻജോയ് കുറെ കൈയടിച്ചു, പറയാതിരിക്കുന്നത് കുറെ കൈയടിച്ചു, എല്ലാവർക്കും കൈ. ആകെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊരു ലാലേട്ടൻ സിനിമ, മൊത്തത്തിൽ ഒരു ലാലേട്ടൻ സിനിമ ആവണമായിരുന്നു എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമുക്കിനി പുതിയൊരു ഹൈപ്പ് പടവുമായിട്ട് വരാല്ലേ. അതുവരേക്കും ബൈ.